അപ്പൊ കുണ്ടിക്കാ ചേച്ചി? അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. പ്രാങ്ക് ഷോ ഒക്കെ നല്ലത് തന്നെയാണ്. RJ അഞ്ജലിയും അവരുടെ കൂട്ടാളിയും കൂടി ഇരുന്ന് കാണിച്ച ഒരു ചന്ത പ്രാങ്ക് ഷോയില് ഉപയോഗിച്ച വേർഡ്സ് അതൊരു സ്ത്രീ വിരുദ്ധത പരാമർശമാണെന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? അതൊരു പുരുഷനാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇവിടെ മറ്റേ കാഹളം മുഴങ്ങിയേനെ. 100% ഞാൻ യോജിക്കുന്നു. കേസുകൾ പുറകെ വന്നേനെ. പറഞ്ഞ ആളെയും അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട ആളെയും ഈ പ്രാങ്ക് ഷോ വീഡിയോ ഇട്ട ആളെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയേനെ. ഇപ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന RJ അഞ്ജലിയും ആറാട്ടനും തമ്മിൽ എന്താണ് വ്യത്യാസം? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. ആറാട്ടൻ എന്താണ് ഇരുന്ന് വിളിച്ചു കൂവിയത് സ്ത്രീകളെ കുറിച്ച്? അവർ ഇന്ന ആൾക്കാരാണെന്ന് വിളിച്ചു പറഞ്ഞതിനാണ് അങ്ങേരെ പിടിച്ച് 6 ദിവസം ജയിലിലിട്ടത്. ഈ RJ അഞ്ജലി ഇപ്പൊ എന്താണ് വിളിച്ചിട്ട് ഒരു സ്ത്രീയോട് ചോദിച്ചത്? ആ കുണ്ടിയിലൊന്ന് മൈലാഞ്ചി ഇട്ട് തരുമോന്ന്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇതൊക്കെ പ്രാങ്ക് ആക്കി നാട്ടുകാരെ കേൾപ്പിക്കുന്നത് നിന്നെയൊക്കെ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? ആ RJ ഇനിഷ്യൽ മാറ്റിയിട്ട് വേറെ വല്ല വെക്കുന്നതായിരിക്കും നല്ലത്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തോ ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ആൾക്കാർ പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്താ ഉറക്കം വരുന്നു. അതായത് ഒരു ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ തോന്നും. സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു. അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ. രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ, പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ ലോകം ഒന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. നന്നായിട്ടുണ്ട്. രേണുസുതി സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോഴും ക്യാമറ നോക്കിക്കൊണ്ടാ കരഞ്ഞത്. അതെനിക്കറിയത്തില്ല. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.